ABV കാവിൽപ്പാടിൻ്റെ ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന ബാലകഥാ സമാഹാരത്തിൽ നിന്നും കുരുവിയുടെ പ്രതികാരം എന്ന കഥ. കുരുവിയുടെ പ്രതികാരം. വളരെ പണ്ട് ഒരു പട്ടി വിശന്നു വലഞ്ഞ് നടക്കുകയായിരുന്നു. വഴിക്ക് വെച്ച് തൻ്റെ സുഹൃത്തായ കുരുവിയെ അവൻ കണ്ടുമുട്ടി. വിശന്നു വലഞ്ഞ തനിക്ക് എവിടെ നിന്നെങ്കിലും കുറച്ച് ആഹാരം സംഘടിപ്പിച്ചു കൊടുക്കാൻ പട്ടി സുഹൃത്തായ കുരുവിയോട് ആവശ്യപ്പെട്ടു. പട്ടിയുടെ ദയനീയ സ്ഥിതി കണ്ട കുരുവി അവനെ കൂട്ടി ഒരു ഇറച്ചിക്കടയിൽ ചെന്നു. കശാപ്പുകാരൻ കാണാതെ 2-3 കഷ്ണം ഇറച്ചി കൊത്തിയെടുത്ത് കുരുവി പട്ടിക്ക് നൽകി. ഇറച്ചി ആർത്തിയോടെ തിന്ന് പട്ടി വയറു നിറച്ചു. വയറു നിറഞ്ഞ പട്ടിക്ക് അല്പം വിശ്രമിക്കണമെന്ന തോന്നൽ. അവൻ ഒഴിഞ്ഞ വഴിയുടെ ഒത്ത നടുവിൽ കിടന്ന് ഉറക്കമാരംഭിച്ചു. കുരുവി തൊട്ടടുത്തുള്ള ഒരു മരത്തിൽ കയറി തൻ്റെ സുഹൃത്തിന് കാവലിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഒരു കടകട ശബ്ദം. 3 കുതിരകളെ കെട്ടി 2 വീപ്പ നിറയെ വീഞ്ഞുമായി ഒരു വണ്ടി ദൂരെ നിന്നും ആ വഴിയിലൂടെ വരുന്നത് കുരുവി കണ്ടു. പട്ടി ആ വഴിയുടെ ഒത്ത നടുവിലാണ് കിടക്കുന്നത്. കൂട്ടുകാരൻ്റെ ഉറക്കം നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടും അതേസമയം തൻ്റെ കൂട്ടുകാരന് ആപത്തൊന്നും സംഭവിക്കാതിരിക്കാനുമായി കുരുവി പറന്നു ചെന്ന് വണ്ടിക്കാരൻ്റെ അടുത്തെത്തി ഇങ്ങനെ പറഞ്ഞു: "ഏയ് വണ്ടിക്കാരാ, എൻ്റെ സുഹൃത്തായ പട്ടി ഈ വഴിയിൽ കിടന്നുറങ്ങുന്നുണ്ട്. അതിനാൽ നിങ്ങൾ വണ്ടി തിരിച്ച് മറ്റൊരു വഴിയിലൂടെ കൊണ്ടുപോകൂ. എൻ്റെ വാക്കു കേൾക്കാതെ നിങ്ങൾ എൻ്റെ സുഹൃത്തിന് വല്ല ആപത്തും വരുത്തിയാൽ ഞാൻ നിങ്ങളെ ദരിദ്രനാക്കും." കുരുവിയുടെ വാക്കുകൾ കേട്ട വണ്ടിക്കാരന് കലശലായ ദേഷ്യമാണ് വന്നത്. അയാൾ പറഞ്ഞു: ഒരു പട്ടി വഴിയിൽ കിടക്കുന്നുണ്ടെന്ന് കരുതി ഞാൻ മറ്റൊരു വഴിക്ക് വണ്ടി തെളിയിക്കണമെന്നോ? അത് നടപ്പില്ല. പിന്നെ എന്നെ ദരിദ്രനാക്കുന്ന കാര്യം. ഇത്തിരി പോന്ന നീയാണോ എന്നെ ദരിദ്രനാക്കുന്നത്? വണ്ടിക്കാരൻ വണ്ടി മുമ്പോട്ട് തന്നെ ഓടിച്ചു. വണ്ടിയുടെ ചക്രങ്ങൾ കയറി ഉറങ്ങിക്കിടന്നിരുന്ന പട്ടി ചതഞ്ഞരഞ്ഞു. തൻ്റെ സുഹൃത്തിൻ്റെ അന്ത്യം കണ്ട് മനം നൊന്ത കുരുവി വണ്ടിക്കാരനോട് പ്രതികാരം ചെയ്യാൻ ഒരുങ്ങി. അതിൻ്റെ മുന്നോടിയായി അവൻ കോപത്തോടെ വണ്ടിക്കാരനോട് വിളിച്ചു പറഞ്ഞു: "ഹേ ദുഷ്ടനായ വണ്ടിക്കാരാ, ഞാനിതാ നിന്നെ ദരിദ്രനാക്കാൻ പോകുന്നു." കുരുവി വണ്ടിക്കകത്ത് പറന്നു കയറി വീഞ്ഞു നിറച്ച 2 വീപ്പകളുടെയും അടപ്പ് ഇളക്കി മാറ്റി. വീഞ്ഞു മുഴുവൻ പുറത്തേക്കൊഴുകി. വീഞ്ഞു നഷ്ടപ്പെട്ട വണ്ടിക്കാരൻ വണ്ടി നിർത്തി വിലപിച്ചു: "അയ്യോ, ഞാൻ ദരിദ്രനായല്ലോ." ഈ വിലാപം കേട്ട കുരുവി പറഞ്ഞു: "ഇല്ല, നീ ദരിദ്രനായില്ല, ആവാനിരിക്കുന്നതേ ഉള്ളൂ." കുരുവി വണ്ടിക്ക് പൂട്ടിയിരിക്കുന്ന 3 കുതിരകളിൽ ഒന്നിൻ്റെ തലയിൽ കയറിയിരുന്ന് അതിൻ്റെ 2 കണ്ണുകളിലും ആഞ്ഞാഞ്ഞു കൊത്തി. കുരുവിയുടെ പ്രവൃത്തി കണ്ട വണ്ടിക്കാരൻ അതിനെ കൊല്ലാനായി തൻ്റെ കത്തിയെടുത്ത് വീശി. പക്ഷേ കുരുവി പറന്ന് 2ാമത്തെ കുതിരയുടെ തലയിൽ കയറിയിരുന്നതിനാൽ വണ്ടിക്കാരൻ വീശിയ കത്തി ലക്ഷ്യം തെറ്റി ആദ്യത്തെ കുതിരയുടെ കഴുത്തിൽ ചെന്ന് പതിച്ചു. ആ കുതിര ചത്തുവീണു. 2ാമത്തെ കുതിരയുടെ തലയിൽ കയറിയിരുന്ന് അതിൻ്റെ കണ്ണു കൊത്തിപ്പൊട്ടിക്കുന്ന കുരുവിയെ കൊല്ലുവാൻ വണ്ടിക്കാരൻ ദേഷ്യത്തോടെ ഒരു കോടാലി എടുത്തെറിഞ്ഞു. പക്ഷേ കുരുവി ആ സമയത്ത് തന്നെ 3ാമത്തെ കുതിരയുടെ തലയിൽ പറന്നു ചെന്നിരുന്നതിനാൽ ലക്ഷ്യം തെറ്റി വീണ കോടാലി 2ാമത്തെ കുതിരയുടെ ജീവനും അപഹരിച്ചു. 3ാമത്തെ കുതിരയ്ക്കും ഇതേ ഗതിയാണുണ്ടായത്. തൻ്റെ 3 കുതിരകളും വീഞ്ഞും നഷ്ടപ്പെട്ട വണ്ടിക്കാരൻ അലമുറയിട്ട് കരഞ്ഞു. പക്ഷേ അതുകൊണ്ടൊന്നും തൃപ്തനാവാത്ത കുരുവി വണ്ടിക്കാരനോട് പറഞ്ഞു: "നീ ഇനിയും കരയാനിരിക്കുന്നതേയുള്ളൂ. ഞാൻ നിൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ വരുന്നത്." കുരുവി അവിടെ നിന്നും നേരെ വണ്ടിക്കാരൻ്റെ വീട്ടിലേക്ക് പറന്നു. പോകുന്ന വഴിക്ക് മറ്റുള്ള പക്ഷികളെയെല്ലാം കൂട്ടി വണ്ടിക്കാരൻ്റെ വയലിലെ വിളവെല്ലാം തീറ്റിച്ചു. ദുഃഖത്തോടെ വീട്ടിലെത്തിയ വണ്ടിക്കാരൻ കുരുവിയെ തൻ്റെ വീട്ടിൽ കണ്ടു. തനിക്ക് ഇത്രയേറെ നഷ്ടം വരുത്തി വെച്ച കുരുവിയെ എങ്ങനെയെങ്കിലും വക വരുത്തിയേ മതിയാകൂ എന്നുറച്ച വണ്ടിക്കാരൻ ഒരു മഴു എടുത്ത് കുരുവിയെ ലക്ഷ്യമാക്കി ഏറു തുടങ്ങി. പക്ഷേ ഓരോ പ്രാവശ്യം അയാൾ മഴു എറിയുമ്പോഴും കുരുവി പറന്നു മാറിക്കൊണ്ടിരുന്നു. അപ്പോഴെല്ലാം ലക്ഷ്യം പിഴച്ച മഴു വീട്ടിലുള്ള സകല സാമഗ്രികളെയും ഓരോന്നായി നശിപ്പിച്ചു. കോപം നിയന്ത്രിക്കാനാവാത്ത വണ്ടിക്കാരൻ ഒരു കണക്കിൽ കുരുവിയെ കടന്നുപിടിച്ചു. തനിക്ക് നാശം വരുത്തി വെച്ച കുരുവിയെ അയാൾ വിഴുങ്ങി. വണ്ടിക്കാരൻ്റെ വയറ്റിലെത്തിയ കുരുവി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: "ഏയ് വണ്ടിക്കാരാ, നിനക്കൊരിക്കലും എന്നെ കൊല്ലാനാവില്ല. ഞാൻ നിന്റെ തൊണ്ടയിൽ കയറിയിരിക്കാൻ പോവുകയാണ്." സർവ്വവും നഷ്ടപ്പെട്ട വണ്ടിക്കാരന് ദുഃഖം സഹിക്കാൻ വയ്യാതായി. കുരുവിയോടുള്ള ദേഷ്യം 10 മടങ്ങ് വർദ്ധിച്ചു. എങ്ങനെയെങ്കിലും കുരുവിയെ കൊന്നേ പറ്റൂ. അതിനാൽ അയാൾ തൻ്റെ ഭാര്യയെ വിളിച്ച് ഒരു കോടാലി കയ്യിൽ കൊടുത്ത് തൊണ്ടയിൽ കുരുവി കയറിയിരിക്കുന്നുണ്ടെന്ന ധാരണയിൽ തൻ്റെ കഴുത്തിനിട്ട് വെട്ടുവാൻ ആവശ്യപ്പെട്ടു.
ഭാര്യ അതുപ്രകാരം ചെയ്തു. കഴുത്തുമുറിഞ്ഞ് വണ്ടിക്കാരൻ ചത്തുവീണു. കുരുവി ചിറകടിച്ചു പറന്നുപോയി. വണ്ടിക്കാരൻ്റെ അന്ത്യം കുറിച്ച കുരുവിയെ പിന്നീട് ആരും കാണുകയുണ്ടായില്ല. ABV കാവിൽപ്പാടിൻ്റെ ഉണ്ണികളെ ഒരു കഥ പറയാമെന്ന ബാലകഥാ സമാഹാരത്തിൽ നിന്നും കുരുവിയുടെ പ്രതികാരം എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.